വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം PN പണിക്കർ. ഇന്ത്യയിൽ ദേശീയ വായനാ ദിനം എന്നാണ്? ഉത്തരം ജൂൺ 19. മുതിർന്നവർക്കായുള്ള വിദ്യാഭ്യാസത്തിനും അനൗപചാരിക വിദ്യാഭ്യാസത്തിനുമായി കാൻഫ്രെഡ് പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതായിരുന്നു? ഉത്തരം അനൗപചാരിക വിദ്യാഭ്യാസം. കുട്ടികളുടെ വായനാ ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 2 പ്രശസ്ത കഥാകൃത്ത് ഹാൻസ് ക്രിസ്ത്യൻ്റെ ജന്മദിനമാണ്. മലയാള സാഹിത്യത്തിലെ കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S. പരമേശ്വര അയ്യർ. കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. ലോക പുസ്തക ദിനവും പകർപ്പവകാശ ദിനവും എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ഏപ്രിൽ 23. PN പണിക്കരുടെ മുഴുവൻ പേര്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം AR രാജരാജവർമ്മ. PN പണിക്കരുടെ നേതൃത്വത്തിൽ 1945 രൂപീകരിച്ച അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം. PN പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ. PN പണിക്കർ ജനിച്ച വർഷമേത്? ഉത്തരം 1909 മാർച്ച്. ആരുടെ ജന്മദിനമാണ് മഹാരാഷ്ട്ര വായനാ ദിനമായി ആഘോഷിക്കുന്നത്? ഉത്തരം APJ അബ്ദുൽ കലാമിൻ്റെ. ഒരു മലയാളിക്ക് ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിൽ ആരംഭിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം? ഉത്തരം കാസർഗോഡ്. PN പണിക്കരുടെ വെങ്കല പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഉത്തരം രാംനാഥ് കോവിന്ദ്. ഗ്രന്ഥശാല സംഘത്തിൽ നിന്നും വിരമിച്ച ശേഷം കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി PN പണിക്കർ നിർമ്മിച്ച സംഘടന ഏതാണ്? ഉത്തരം കാൻഫ്രെഡ്, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം? ഉത്തരം ബംഗാൾ ഗസറ്റ്. ഈ റീഡിങ്ങിൽ E സൂചിപ്പിക്കുന്നത്? ഉത്തരം ഇലക്ട്രോണിക്. നളചരിതം കിളിപ്പാട്ടിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം വില്യം ഷേക്സ്പിയറിൻ്റെ ജനനവും മരണവും ഏപ്രിൽ 23-നാണ്.
ഒരു നല്ല ഗ്രന്ഥശാല ഒരു യഥാർത്ഥ സർവകലാശാലയാണ്. ഇത് പറഞ്ഞതാര്? ഉത്തരം കാർലെ. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. ദേശീയ ലൈബ്രറി ദിനം എന്നാണ്? ഉത്തരം ആഗസ്റ്റ് 12. പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം കേരള സർക്കാർ ജൂൺ 19 മുതൽ 25 വരെ ആചരിക്കുന്നത് എന്തായിട്ടാണ്? ഉത്തരം വായനാ വാരം, റീഡിംഗ് വീക്ക്. ചെമ്മീൻ, കയർ എന്നീ കൃതികൾ രചിച്ചതാരാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ആരാണ് ലോക പുസ്തക ദിനം ആരംഭിച്ചത്? ഉത്തരം ബറോണസ് ഗേൽ റീബാക്ക്. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം? ഉത്തരം പുറക്കാട്. APJ അബ്ദുൽ കലാമിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ഉത്തരം ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. ആടുജീവിതം എന്ന ലോക പ്രശസ്തമായ നോവൽ എഴുതിയതാരാണ്? ഉത്തരം ബെന്യാമിൻ. ലോകത്തിലെ ആദ്യത്തെ ലൈബ്രറിയൻ ആരാണ്? ഉത്തരം അശുർബാനിപ്പാൽ. മലയാളത്തിലെ ആദ്യ അപസർപ്പ നോവലായ ഭാസ്കര മേനോൻ എഴുതിയതാരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഔദ്യോഗിക മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പി എൻ പണിക്കരുടെ പ്രശസ്തമായ സന്ദേശം എന്താണ്? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത? ഉത്തരം ബി കല്യാണിക്കുട്ടിയമ്മ. വ്യാഴവട്ട സ്മരണകൾ. കേരള സസ്പെൻസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നിരണത്ത് രാമൻ പണിക്കർ. എൻ്റെ ജീവിതത്തിൽ ആകെ 3 കാര്യങ്ങൾ മതി, അത് പുസ്തകം 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 എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ടാഗോറിൻ്റെ പ്രധാന കൃതികൾ? ഉത്തരം കാബൂളിവാല, പോസ്റ്റ്മാസ്റ്റർ. പി എൻ പണിക്കർ അന്തരിച്ച വർഷം? ഉത്തരം 1995 ജൂൺ 19. പി എൻ പണിക്കർ ആരംഭിച്ച ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം സനാതനധർമ്മം വായനശാല. സൗണ്ട് ഓഫ് സോൾ ആരുടെ കൃതിയാണ്? ഉത്തരം വി ഗിരി. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 രൂപീകരിച്ച അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം പിന്നീട് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്ത നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം എം മുകുന്ദൻ. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരം ഏതാണ്? ഉത്തരം കോട്ടയം. മലയാളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി കവിതയായി അറിയപ്പെടുന്നത്? ഉത്തരം കുറ്റിപ്പുറം പാലം, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തം എന്നറിയപ്പെടുന്ന കരുണ, ചണ്ഡാലഭിഷുകി എന്നിവ രചിച്ച കവി? ഉത്തരം കുമാരനാശാൻ. പി എൻ പണിക്കർ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കായി കാൻഫ്രെഡിലൂടെ രൂപം നൽകിയ ജനകീയ സാംസ്കാരിക യാത്ര ഏതാണ്? ഉത്തരം
വിജ്ഞാന ജാഥ. PN പണിക്കരുടെ ഓർമ്മയ്ക്കായി കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? ഉത്തരമറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.